ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച്, സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളും ക്രിസ്തുനാഥൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയും രണ്ടാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനം. ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്ന് 8 വട്ടം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഭാഗ്യങ്ങൾ ഈ ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ അത് അർത്ഥം വയ്ക്കുന്ന വഴികളല്ല യേശുനാഥൻ്റെ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കരയുന്നതിന്, വേദന അനുഭവിക്കുന്നതിന്, പാടുപീഡകൾ സഹിക്കുന്നതിന്, പീഡനമേൽക്കുന്നതിന്, മറ്റുള്ളവരുടെ നിന്ദനങ്ങളും അപഹാസ്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നത്, ഇതൊക്കെ ഭാഗ്യത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് തമ്പുരാൻ. കരയുന്നവർ ഭാഗ്യവാന്മാരാകുന്നത് അവരാശ്വസിപ്പിക്കപ്പെടും എന്ന അനുഗ്രഹം അവർക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി, അവിടുത്തെ മക്കളായി തീരാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ പൗരന്മാരായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി നമ്മളെ പരുവപ്പെടുത്തിയെടുക്കാൻ, ഈ ലോകത്തിൻ്റെ പീഡകളുടെ, സഹനങ്ങളുടെ, ക്ലേശങ്ങളുടെ വഴികൾ നമ്മുടെ മുമ്പിൽ അവിടുന്ന് അനാവരണം ചെയ്യുന്നു. ഒപ്പം ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട ചില നന്മയുടെ പുണ്യവഴികൾ. കരുണയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് മറ്റുള്ളവരിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ കാണും. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കേണ്ടി വരുമ്പോൾ നമ്മൾ സ്വർഗത്തോട് അടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 8 ചുവടുകളായിട്ടാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളെ വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് നൽകുക. ഈ ചുവടുകൾ ഓരോന്നോരോന്ന് കയറി സ്വർഗത്തിലേക്കുള്ള വഴി നാം തുറക്കുകയാണ്. അഷ്ടസൗഭാഗ്യങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന, നിത്യത നമുക്ക് സമ്മാനിക്കുന്ന ചുവടുകളാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തു മാർഗത്തോട് ചേർത്ത് വെക്കാൻ, ക്രിസ്തുവിൻ്റെ മനോവികാരങ്ങളോട് ചേർത്ത് വയ്ക്കാൻ, ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വെക്കാൻ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അഷ്ടസൗഭാഗ്യങ്ങളുടെ ചുവടുകൾ, പടികൾ കയറി ദൈവരാജ്യത്തേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. ഈ ലോകത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ, സമ്പത്തോ സുഖലോലുപതയോ ദ്രവ്യാസക്തിയോ ഒക്കെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക. അതൊക്കെ കുഴിമാടം കൊണ്ട് അവസാനിക്കാനുള്ളതാണ് എന്ന് എത്രയോ അനുഭവങ്ങളും എത്രയോ കാഴ്ചകളും നമ്മുടെ മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നിത്യതയിൽ അവനോടൊത്തുള്ള ഒരു വാസമാണ്. അവൻ്റെ കൂടെയായിരിക്കുന്നതിൻ്റെ സുഖമാണ്. അവനോടൊത്തായിരിക്കുന്നതിൻ്റെ സന്തോഷമാണ്. അതുകൊണ്ട് നമുക്കും ആഗ്രഹിക്കാം ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കാൻ, ക്രിസ്തു വിഭാവന ചെയ്ത സ്വർഗത്തെ ലക്ഷ്യം വെക്കാൻ, ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരാൻ. ഈ ചുവടുകൾ നമുക്ക് ബലം നൽകട്ടെ, നമ്മളെ വഴി നടത്തട്ടെ. ചുവടുകൾ പറഞ്ഞു തന്ന്, ചുവടുകൾ പഠിപ്പിച്ച്,
ചുവടുകളിലൂടെ കൈപിടിച്ച് നടത്തുന്ന തമ്പുരാൻ നമുക്ക് അഭിഷേകവും ശക്തിയും നൽകട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.